ഹായ് ഓൾ, വെൽക്കം ടു മൈ റെസിപ്പി വീഡിയോസ്. ഇന്നത്തെ റെസിപ്പി ബട്ടർ ചിക്കൻ പാസ്തയാണ്. വീട്ടിൽ ഗസ്റ്റ് വന്നാലും കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാസ്തയാണ് ബട്ടർ ചിക്കൻ പാസ്ത. ഇനി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത ചിക്കനിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ച്, 1 ടീസ്പൂൺ കസൂരി മേത്തി, ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി പാസ്ത വേവിക്കാനും വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാസ്തയും ഇട്ട് നല്ലോണം വേവിച്ചെടുക്കണം. പാസ്ത ഏകദേശം ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കേണ്ടി വരും. വെന്തോ നോക്കിയിട്ട് പാസ്ത ഊറ്റിയെടുക്കണം. ഇനി ചൂടായ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ എല്ലാ സൈഡും ഒന്ന് പൊരിച്ചെടുക്കണം. എല്ലാ സൈഡും പൊരിഞ്ഞു വന്നാൽ വേറൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ ബട്ടർ ഇട്ടിട്ട് 2 വലിയ ഉള്ളിയും 5-6 അല്ലി വെളുത്തുള്ളിയും 3 മീഡിയം സൈസിലുള്ള തക്കാളിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇതെല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടികളുടെ റോസ്മെൽ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 10-15 കാഷ്യൂനട്ടും ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറുന്നത് വരെ ഇത് വെയിറ്റ് ചെയ്യാം. ചൂടാറിക്കഴിഞ്ഞാൽ ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് സ്മൂത്ത് പേസ്റ്റായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ആക്കി അതേ പാനിലേക്ക് തന്നെ ഇത് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഏകദേശം ഞാനിവിടെ 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. ഇനി ഇത് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ പൊരിച്ചെടുത്ത ചിക്കനും ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഫ്രഷ് ക്രീം മുഴുവനായിട്ടും ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് കസൂരി മേത്തിയും ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നേരത്തെ വേവിച്ചെടുത്ത പാസ്തയും ഇതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പാസ്ത എന്തായാലും കുട്ടികൾ കഴിച്ചാൽ വീണ്ടും വീണ്ടും ചോദിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ കസൂരി മേത്തിയും മല്ലിച്ചപ്പും ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.